So hi and welcome to this new class. This is a class on exercise physiology. നിങ്ങളുടെ ടോപ്പിക് ലിസ്റ്റിൽ ടൈം ടേബിളിൽ പറഞ്ഞത് കാർഡിയോ വാസ്കുലർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് റെസ്പിറേറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡ്യൂറിങ് എക്സസൈസ് എന്നാണ്. പക്ഷേ ഐ വിൽ ബി ഡീലിംഗ് എവറിത്തിങ് ഇൻ ആൻഡ് ഔട്ട് അബൌട്ട് ദി ഫിസിയോളജി ഓഫ് എക്സസൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അത് ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. After that, a few slides will be explaining the basic terminologies in exercise physiology. After that, we will be moving to the energy sources. What are the sources of energy that is required for the muscle contractions to occur? And in we'll be learning about the actual physiological adjustments that happen in exercise. So this is the way by which we'll be മൂവിങ് ഓൺ ദ ക്ലാസ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എക്സസൈസ് എന്ന് പറഞ്ഞാൽ, ആസ് ദിസ് ഫസ്റ്റ് സ്ലൈഡ്, ഐ വിൽ ഷോ ദ ഫസ്റ്റ് സ്ലൈഡ് നൗ. ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ, ആസ് യു ക്യാൻ സീ ഹിയർ, ഈ ദിസ് എക്സസൈസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പൂർവികരുടെ കാലം മുതൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാത്തൊരു സാധനമാണ്. If not ever thought about exercise ever in our life when we were about Homo sapiens. Homo sapien ആയി വരുന്ന സമയത്ത് we never thought of this because this is part of the survival instinct of every individual. നമ്മൾ ഓടി പന്നീനെയോ മറ്റോ കൊന്ന് തിന്നാതെ വേറെ രക്ഷയില്ല. അപ്പം ഈ ഓട്ടം എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ആയിരുന്നു, ബട്ട് we never thought of it. ഇപ്പുറത്ത് കാണിച്ച ഈ ഡയഗ്രാം കണ്ടോ നിങ്ങൾ? ഇത് I bought it from very near my house. എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഭിത്തിയിൽ കണ്ട ഒരു സംഭവം ഞാൻ എടുത്താണ്. എന്താണ് അതിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, അമിതവണ്ണം കുടവയർ കുറയ്ക്കാം ഈസിയായി 3 ദിവസം, 3 days results. You can decrease your abdomen fat in 3 days, which is never possible. അപ്പോൾ ഇതൊരു മിസ്നോമറാണ്. ഇങ്ങനെയൊരു സംഭവം, this is never possible. But actually അതിൻ്റെ ഒരു ബിസിനസ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അത് എങ്ങനെയാണ് ഒരു ബിസിനസ്സായി മാറുന്നത്, ഇത് ആരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ ഒറ്റയടിക്ക് എടുക്കില്ല, നമുക്ക് ഒരു 3 ക്ലാസ്സുകളായിട്ട് എടുക്കാം. നമ്മൾ ഈ ചർച്ച ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിനെ എത്ര നന്നായിട്ട് പഠിക്കുന്നോ അത്രയും നമുക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് എ ലോട്ട് ഇൻ ഫ്യൂച്ചർ. ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദ ജസ്റ്റ് ലേണിംഗ് ഫിസിയോളജി ആൻഡ് സ്കോറിംഗ് മാർക്സ്. ഇറ്റ്സ് അബൌട്ട് ദ ലോട്ട് ഓഫ് ഇഷ്യൂസ് ദറ്റ് ആർ ആക്ച്വലി ഗോയിങ് അറൗണ്ട് അറ്റ് അവർ പ്രസൻറ്റ് ടൈംസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാണുന്ന കുലു ട്രൈബ്സ്, കുങ് ട്രൈബ്സ് ആണ് ഈ കൽഹാരി ഡെസേർട്ടിലെ. ദേ ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദ സെയിം ഫോം നൗ. ദേ ഹാവ് നോട്ട് ചേഞ്ച്ഡ്. പക്ഷേ വി ഹാവ് ചേഞ്ച് എ ലോട്ട്. വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആധുനിക സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പം ഞാൻ ആദ്യം വി വിൽ ലേൺ അബൌട്ട് ദ ടെർമിനോളജീസ്. അതിനുശേഷം നമുക്ക് മെല്ലെ എനർജി സോഴ്സിൽ വരാം. സോ ദിസ് ഈസ് ഹൗ യു വിൽ ഡിഫൈൻ എക്സസൈസ്. ജസ്റ്റ് റീഡ് ഔട്ട്. It is actually self-explanatory and you just need to read out this. And അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. It's the period of enhanced energy expenditure by skeletal muscles. Repetitive contractions and relaxations. അപ്പോൾ ബേസിക്കലി ഒരു എക്സസൈസിൽ നമ്മൾ സ്കെൽറ്റൽ മസിൽസ് ആണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോക്കോമോഷൻ ഈസ് പോസിബിൾ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ എക്സസൈസ്. അത്രേ പറയുന്നുള്ളൂ. ആൻഡ് എക്സസൈസ് ബേസിക്കലി ഈസ് ആക്ച്വലി എ സ്ട്രെസ് ഫോർ അവർ ബോഡി. ഇതാണ് വേറൊരു ബേസിക് കൺസെപ്റ്റ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈസ് ഒരു അക്യൂട്ട് സ്ട്രെസ്സാണ്. ഒരു സഡൻ ഓൺസെറ്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രെസ്സായിട്ടാണ് ബോഡി എക്സസൈസിനെ കാണുന്നത്. ആൻഡ് ദ ബോഡി ഈസ് അഡാപ്റ്റിംഗ്
to this stress. So adaptation to this acute stress, which is bringing about a benefit, ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ. അത് അറിയാതെ വരുത്താം, ആസ് യു ഹാവ് സീൻ ഇൻ ദ കുങ് പീപ്പിൾസ് ഓഫ് കൽഹാരി, അല്ലെങ്കിൽ നമ്മുടെ പുരാതനമായ നമ്മുടെ ഹോമോസാപ്പിയൻസ് ചെയ്ത കാര്യങ്ങൾ. അത് അറിയാതെയാണ് ചെയ്തത്. നമുക്കത് അറിഞ്ഞുകൊണ്ട് സയൻറ്റിഫിക്കലി അതിനെ പഠിച്ചുകൊണ്ടും വി ക്യാൻ ആക്ച്വലി ഡു ദ സെയിം തിങ്. വി ക്യാൻ ആക്ച്വലി പുട്ട് ദ ബോഡി ടു സ്ട്രെസ് scientifically, and you can take out benefit from the changes that occur in the body. അത് എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് ബോഡിക്ക് കൊടുക്കാൻ പോകുന്നത്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ ഒരു 2-3 ടെർമിനോളജീസ്, എ ഫ്യൂ ടെർമിനോളജീസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ലേൺ എക്സസൈസ്, ദ ടൈപ്സ് ഓഫ് എക്സസൈസ്. ആക്ച്വലി ദർ ആർ 3 types of exercise. 3 types ആണുള്ളത്. ഏതാണ് 3 types എന്ന് ചോദിച്ചാൽ, വി ഹാവ് ഐസോട്ടോണിക് എക്സസൈസ്, ഐസോമെട്രിക് എക്സസൈസ്, ഐസോകൈനറ്റിക് എക്സസൈസ്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ ദ ടോൺ റിമെയിൻസ് ദ സെയിം എന്ന് പറഞ്ഞാൽ, റണ്ണിങ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഓടി നടന്നാൽ അവിടെ കൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ, ദാറ്റ് ഈസ് ദ കൺട്രാക്ഷൻ ഈസ് ഹാപ്പനിങ്, റിലാക്സേഷൻ ഈസ് ഹാപ്പനിങ്, ദ ടോൺ ഈസ് റിമെയിനിങ് ദ സെയിം, ബട്ട് ദ ലെങ്ത് ഓഫ് ദ മസിൽ ഈസ് ചേഞ്ചിങ്. അവിടെ സെയിമായി നിൽക്കുന്ന ടോൺ ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ഐസോട്ടോണിക്. നമ്മൾ രണ്ടാമത് പറഞ്ഞ ഐസോമെട്രിക് ആണെങ്കിൽ നമ്മൾ ജിമ്മിലെല്ലാം ചെയ്യുന്ന പ്ലാങ്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ അറിയാൻ കഴിയും പ്ലാങ്ക് എക്സസൈസ് എന്താണെന്നുള്ളത്. അതിന് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ഈസ് പുഷിങ് അഗെയിൻസ്റ്റ് എ വാൾ. ദ വാൾ ഡസൻ മൂവ്, യുവർ മസിൽ ഡസൻ കൺട്രാക്ട്, യുവർ മസിൽ വിൽ കൺട്രാക്ട് ബട്ട് ഡസൻ ഡിക്രീസ് ഇൻ ലെങ്ത്. ഇതെപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ്. ഈ ഐസോമെട്രിക് എക്സസൈസിൽ അതൊരു എക്സസൈസ് ആയിട്ട് പറയണമെങ്കിൽ, നമ്മൾ ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ വർക്ക് ഡൺ ഇല്ല. വർക്ക് ഡൺ ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ ആക്ച്വലി ദർ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഐസോട്ടോണിക്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ കഴിയും. നമ്മൾ ഡംബൽ എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു, ഡംബൽ നമ്മളെ കൂടെ പൊങ്ങുന്നു. സോ ദർ ഇസ് എ ഡെഫിനറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ മസിൽ ആൻഡ് ദർ ഇസ് എ വർക്ക് ഡൺ. ഈ നമ്മുടെ ഒരു ഭിത്തിക്ക് മുകളിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ ശക്തി കൊടുക്കുന്നില്ല എന്ന് ഇപ്പോൾ ഒരാൾക്ക് അഭിനയിക്കാമല്ലോ. ശക്തി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വി ഡോണ്ട് നോ വെദർ ഹീസ് അപ്ലൈയിങ് പ്രഷർ. ഇഫ് ഹീസ് അപ്ലൈയിങ് പ്രഷർ ആൻഡ് ഈസ് നോട്ട് ഏബിൾ ടു മൂവ് the wall, that means there is tension developed in the muscle എന്ന് പറഞ്ഞാൽ അവിടെ this becomes an exercise. ആ ടെൻഷൻ ഡെവലപ്ഡ് ഉള്ളത് കൊണ്ട് നമ്മളതിനെ എക്സസൈസ് ആയിട്ട് പറയും. കാരണം എനർജി ഈസ് സ്പെൻഡ്, എനർജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ATP ആയിട്ടുള്ള നമ്മൾ പറയുന്ന ATP എന്ന് പറഞ്ഞാൽ എനർജി അവിടെ ബേൺ ചെയ്യുന്നുണ്ട്, എനർജീൻ്റെ സോഴ്സസ് അവിടെ ബേൺ ചെയ്യുന്നുണ്ട്. സോ വി കോൾ ദിസ് exercise, which is isometric. Even though the muscle doesn't move in length, it is under high tension, and even though there is no displacement or work done, there is energy expenditure, and so this is also a form of exercise. കാരണം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ക്ഷീണിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സോ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. പിന്നെ നിങ്ങൾ ഇത് കൂടാതെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന 2-3 ടെർമിനോളജീസ്. വൺ ഇസ് കോൺസെൻട്രിക് എക്സസൈസ് ആൻഡ് എക്സെൻട്രിക് എക്സസൈസ്. ഇത് എക്സസൈസ് അല്ല, കോൺസെൻട്രിക് കൺട്രാക്ഷൻസ് ആൻഡ് എക്സെൻട്രിക് കൺട്രാക്ഷൻസ്. എന്താണ് ഈ കോൺസെൻട്രിക് കൺട്രാക്ഷൻ? ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഡംബൽ ഇൻ മൈ ഹാൻഡ്. ഒരു 10 kilo ഡംബൽ ഈസ് ഇൻ മൈ ഹാൻഡ്. ഐ എം മൂവിങ് ദ ഡംബൽ അപ്പ് വിത്ത് എ ഫ്ലക്ഷൻ ഓഫ് ദ എൽബോ. അപ്പോൾ ഈ ഫ്ലക്ഷൻ മൂവ്മെൻറ്റിൽ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബൈസെപ്സ്. This movement is concentric movement or concentric contraction. ഇതേ സാധനം തന്നെ ഈ ബൈസെപ്സ് ദ 10 kilo I am slowly releasing, which you all do in your gym. You slowly release. There is energy spent. Even though it is muscle relaxation, when a weight is in your hand and you are relaxing your biceps very slowly, there is
high amount of energy expenditure in that situation, and such a contraction is called eccentric contraction. അപ്പോൾ അതിനെയും contraction തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. That is eccentric in nature. The other one is concentric contraction. ഇത്രയും ടെർമിനോളജി നിങ്ങൾ പഠിച്ചാൽ now it's time to learn the classification of exercise. Classification, we classify exercise into 4 types: light, moderate, heavy and severe, based on the basal heart rate and the oxygen which is consumed. Oxygen എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത്, എത്രയാണ് ഹാർട്ട് റേറ്റ്. എന്താണ് ഈ ബേസൽ ഹാർട്ട് റേറ്റ്? വാട്ട് ഈസ് ബേസൽ ഹാർട്ട് റേറ്റ്? ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് നോ. ബേസൽ ഹാർട്ട് റേറ്റ് ഇസ് ദ ഹാർട്ട് റേറ്റ് when the person is at rest before he is starting exercise. ആ സമയത്ത് എന്താണോ ഹാർട്ട് റേറ്റ് അതാണ് ബേസൽ ഹാർട്ട് റേറ്റ്. നോർമലി നമ്മൾ സാധാരണഗതിയിൽ 70 പെർ മിനിറ്റ് ആണ് നമ്മൾ സാധാരണഗതിയിലുള്ള ഹാർട്ട് റേറ്റ് അണ്ടർ റെസ്റ്റ്. ഓക്കെ, ഇനി അറിയേണ്ടത് ഈ ലൈറ്റ് എക്സസൈസ് എപ്പോഴാണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ 70ൻ്റെ കൂടെ ദർ ഇസ് ഇൻക്രീസ് ഓഫ് 25% ഓഫ് ദ 70. ദാറ്റ് മീൻസ് 70 പ്ലസ് 70 into 25 by 100. This would give you the value which is the target heart rate achieved, or which should be achieved to say that he is having undergone a light exercise. I hope this is clear. ആ സമയത്ത് ഓക്സിജൻ കൺസംഷൻ എന്തായിരിക്കും? നോർമലി 0.4 to 0.8 ലിറ്റർ പെർ മിനിറ്റ് ആണ് ആ സമയത്ത് നമ്മൾ ഓക്സിജൻ കൺസ്യൂം ചെയ്യുക. ആസ് ദ സിവിയറിറ്റി ഓഫ് എക്സസൈസ് ഇൻക്രീസസ് യു ക്യാൻ സീ ദ ഓക്സിജൻ കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ആൻഡ് ദ ഹാർട്ട് റേറ്റ് ഫ്രം ബേസൽ ഹാർട്ട് റേറ്റ് ഓൾസോ ഇൻക്രീസസ് ആസ് 50, 80 ആൻഡ് 100. 100 എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും. ബേസൽ ഹാർട്ട് റേറ്റിൻ്റെ ഡബിൾ. ബേസൽ ഹാർട്ട് റേറ്റ് ഇൻറ്റു 2 ഇതായിരിക്കും നിങ്ങളുടെ സിവിയർ എക്സസൈസിലെ ഫൈനൽ ഹാർട്ട് റേറ്റ് ഓർ ദ ടാർഗറ്റ് ഹാർട്ട് റേറ്റ്. വൈ ഇസ് ദിസ് ഇമ്പോർട്ടൻറ്റ്? ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു എ പേഷ്യൻറ്റ്. ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളൊരു രോഗി, ഒരു പേഷ്യൻറ്റ് ഈസ് കമ്മിങ് ടു യു ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് യു ആർ അഡ്വൈസിങ് ഹിം എക്സസൈസ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഈ മോഡേൺ മെഡിസിൻ അല്ലാത്ത ഫിസിഷ്യൻസൊക്കെ എങ്ങനെയാണ് എക്സസൈസിന് നമ്മൾ ഹൗ ഡു യു ദേ റെക്കമെൻഡ് എക്സസൈസ്? രാവിലെ ഒന്ന് നടന്നാൽ മതി, നന്നായിട്ട് കൈ വീശി വല്ല മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് നടക്കാമെന്ന് പറയും. അങ്ങനെ നടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ. ഇഫ് യു ആർ വാക്കിംഗ്, a walk should be categorized into light, moderate and heavy and severe exercise. നിങ്ങളുടെ എക്സസൈസ് ചെയ്തോളൂ, പക്ഷേ എക്സസൈസ് ചെയ്യുമ്പം അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഉള്ളിലിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ, വെൻ യു ഡൂ ദ എക്സസൈസ് ഇൻസൈഡ് യുവർ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി യു ആർ നോട്ട് ഇൻക്രീസിങ് യുവർ ഹാർട്ട് റേറ്റ് ഫ്രം ദ ബേസൽ ഹാർട്ട് റേറ്റ്. അങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ വെറുതെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങുന്നത് എക്സസൈസ് അല്ല. അതുപോലെ രാവിലെ ചില മുതിർന്ന ആൾക്കാർ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എങ്ങനെ പമ്മി എലി നടക്കുന്ന പോലെ നടക്കും. ഇങ്ങനെ മെല്ലെ അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഫോൾ ഈവൻ അണ്ടർ ദ ക്രൈറ്റീരിയ ഓഫ് എ ലൈറ്റ് എക്സസൈസ്. ബിക്കോസ് അതാണ് ഇവിടെ നമ്മുടെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഇതിനെ ശാസ്ത്രീയമായി പഠിച്ചാൽ നിങ്ങളുടെ ലൈറ്റാണോ എക്സസൈസ് ചെയ്ത് മോഡറേറ്റ് ആണോ ഹെവി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും from the basal heart rate and how much is your target heart rate which have achieved after the exercise. അപ്പോൾ ഇതാണ്, this is the importance of knowing the classification. ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് the differences between fast fibers and slow fibers. ഇത് രണ്ടും, both fast and slow are skeletal muscle fibers. മാറിപ്പോകരുത്, skeletal muscle fibers ആണ്. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് 1, ടൈപ്പ് 2. ഈ സ്ലോ എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ആണ്. ദിസ് ഇസ് ടൈപ്പ് 1 ആൻഡ് ദിസ് ഇസ് ടൈപ്പ് 2. ആൻഡ് ദ സ്ലോ വൺ ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ്. എന്തുകൊണ്ടാണ് ഇത് ഓക്സിഡേറ്റ് ആവുന്നത് ആൻഡ് വൈ ദിസ് ഇസ് ഗ്ലൈക്കോലൈറ്റിക്? ഈ സ്ലോ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്ചറൽ മസിൽസ്, ദ പോസ്ചറൽ മസിൽസ് ഒക്കെ സ്ലോ ഫൈബേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ദേ ക്യാൻ റിമെയിൻ ഇൻ കൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം വിത്തൗട്ട്
getting exhausted because they are actually working aerobically. എന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് മെക്കാനിസംസ് ആണ് അവിടെ എനർജി ഉണ്ടാക്കുന്നത്. The energy is provided by oxidation of energy providing molecules like glucose. ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. At the same time, if you take the example of your jaw muscles, നിങ്ങളുടെ ജോ മസിൽസ് നിങ്ങളൊന്ന് ചൂയിങ്കം കഴിച്ചുകൊണ്ടിരുന്നു നോക്കും, ഒരു ദിവസം മുഴുവനും ചൂയിങ്കം കഴിച്ചുകൊണ്ടിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും യു വിൽ ഫീൽ പെയിൻ. വൈ? ബിക്കോസ് ഈ മെസീറ്റർ മസിൽ ഒരു സ്കെൽറ്റൽ മസിലാണ്, as you all know, and they contain fast fibers. Fast fibers always use glycolytic pathways as their immediate source of energy. അതുകൊണ്ട് തന്നെ when they are using the glycolytic cycle, അവിടെ lot of lactic acid accumulate ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, and lactic acid will cause pain to the muscles. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിഫറൻസ് that you see in both fast and slow fibers? Why the difference? There is basically these two are made in different ways, even at the very biochemical level. അതാണ് നമ്മളിവിടെ പറയുന്നത്. പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, see the myoglobin content is greater in slow muscle fibers. ഈ ബൈ ദ ബൈ ഈ റെഡിൽ കാണുന്നതെല്ലാം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ആ പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഹാവ് ടു ലേൺ ഓൾ ദോസ് റെഡ്. അപ്പം ഗ്രേറ്റർ മയോഗ്ലോബിൻ, ലെസ്സർ മയോഗ്ലോബിൻ, ലാർജ് നമ്പർ ഓഫ് മോട്ടോർ യൂണിറ്റ്സ്. ഐ ഹോപ്പ് യു നോ വാട്ട് ഇസ് എ മോട്ടോർ യൂണിറ്റ്. ഒരു ആക്സോൺ ടെർമിനൽ സപ്ലൈ ചെയ്യുന്ന എത്ര മസിൽ ഫൈബേഴ്സിലേക്കാണോ ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത്, അലോങ് വിത്ത് ദ മസിൽ ഫൈബേഴ്സ്, ദിസ് സിംഗിൾ axon which supplies different muscle fibers are together called as a motor unit. So ഇവിടെ മോട്ടോർ യൂണിറ്റ്സ് തന്നെ വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ a single axonite is supplying large number of muscle fibers, and here it's very less. So point number 2. Point number 4, myosin ATPase activity is very fast. So this is very important and very good for sudden activities. ഇവിടെ it's very slow. Coming to the next slide, the twitch duration is very less in fast fibers. The same time you can see they are very high in slow fibers. Not easily fatigued. These are very easily fatigued. എന്ന് വെച്ചാൽ ക്ഷീണം പെട്ടെന്ന് ബാധിക്കുന്ന മസിൽസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അഡാപ്റ്റഡ് ഫോർ റാപ്പിഡ് പവർഫുൾ കൺട്രാക്ഷൻസ്, ആസ് ഐ ഓൾറെഡി ടോൾഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോസ്ചറൽ മസിൽസ്. കമ്മിങ് ടു ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, പുവർലി ഡെവലപ്ഡ്, വെരി പുവർലി ഡെവലപ്ഡ്. ശരിയാണ്. എക്സ്റ്റെൻസീവ് സാർക്കോപ്ലാസ്മിക് ആക്ടിവിറ്റി. ഫാസ്റ്റ് ഫൈബേഴ്സിൽ വെരി ലെസ് മൈറ്റോകോൺട്രിയ, ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ. ഓക്സിഡേറ്റീവ്, വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ഗ്ലൈക്കോലിറ്റിക്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ഡിഫറെൻറ്റ് forms of skeletal muscle fibers. The role of myoglobin in slow twitch fibers. നിങ്ങൾ ചോദിക്കാം, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് മയോഗ്ലോബിനെ കുറിച്ചായിരുന്നു. അപ്പോൾ they contain large number of mitochondria, ഏത് മയോഗ്ലോബിൻ, and oxidative metabolism predominates in these regions, so they are less prone to fatigue. അപ്പോൾ ഈ മയോഗ്ലോബിൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട്സ് ടു ദ ലെസ് ഫാറ്റിഗബിലിറ്റി ഓഫ് യുവർ സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ്, ഓൾസോ കോൾഡ് ദ ഓക്സിഡേറ്റീവ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ ഇത്തരം നമ്മൾ പറഞ്ഞത് എനർജി സോഴ്സസിൻ്റെ മുമ്പേയുള്ള നമ്മുടെ ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സസൈസിനെ കുറിച്ചാണ്. നൗ യു ആക്ച്വലി മൂവിങ് ടു ദ ഡിഫറെൻറ്റ് എനർജി സോഴ്സസ്. എന്തൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് എനർജി സോഴ്സസ് ഫോർ എക്സസൈസ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഐ വിൽ ജസ്റ്റ് ഗിവ് യു എൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഇത് നമ്മൾ കുറച്ചൊരു ഹിസ്റ്റോറിക്കലാണ്. ദിസ് ഇസ് അബൌട്ട് ആൻസൽ കീസ്. ഈ വാട്ട് യു സീ ഹിയർ, ദിസ് പേഴ്സൺ, ഈ രണ്ട് ഫോട്ടോയിൽ കാണുന്ന ഒരേ ആളാണ്. ഇത് ചെറുപ്പക്കാരനായ ആൻസൽ കീസ്, ഇത് വൃദ്ധനായ ആൻസൽ കീസ്. ആൻസൽ കീസ്, ANCEL കീസ് എടുത്തു പറയാൻ കാരണം ഹി വാസ് എ ഫിസിയോളജിസ്റ്റ്. MD അല്ല, PhD ഇൻ ഫിസിയോളജി എടുത്ത ഒരാളാണ്. ഈ ബേസിക്കലി അമേരിക്കനാണ്.
ഉള്ള ബേസിക് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഇതാണ്. ഇതെന്താ ഈ കാണുന്നത്? വാട്ട് ഇസ് ദിസ്? ഇതിനെ പറയുന്ന പേര് കെ റേഷൻ എന്നാണ്. കെ റേഷൻ. നമ്മൾ പിണറായി വിജയനൊക്കെ തരുന്ന റേഷൻ പോലെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന അമേരിക്കൻ സോൾജേഴ്സിന് കൊടുത്ത റേഷനാണ്. എന്തിനാണ് അവർക്ക് റേഷൻ കൊടുത്തതെന്നറിയാം? ഈ യുദ്ധത്തിന് പോകുമ്പം ഭക്ഷണമൊന്നും കിട്ടില്ല. വേൾഡ് വാർ അല്ലേ, സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇവരെ കൂടെ അവർ കൊണ്ടു നടക്കുന്നതാണ് ഈ സാധനങ്ങൾ. ഇതൊക്കെ ഒരു ഇത് കണ്ടുപിടിച്ച ആൾ ഈ ഏൻസൽ കേസാണ്. ഏൻസൽ കേസാണ് ഇത് പോസ്റ്റുലേറ്റ് ചെയ്തത്. ഈ കെ റേഷൻ അവർക്ക് വളരെ അത്യാവശ്യമാണെന്ന് പ്രപ്പോസ് ചെയ്ത് അതിനെ കൊണ്ടുവന്ന ആളാണ് ഏൻസൽ കേസ്. അതാണ് ഇയാളുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അന്നത്തെ വേൾഡ് വാർ സമയത്തൊക്കെ കണ്ടുപിടിച്ച് വരുന്ന സാധനങ്ങളാണ് ഈ ബിസ്ക്കറ്റുകൾ. ഇതിൽ കൂടുതലും ബിസ്ക്കറ്റുകളാണ്. ഇതെല്ലാം കേടുവരാതെ ഒരുപാട് കാലം കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ യുദ്ധത്തിന് നമ്മളിപ്പോൾ 2 ആഴ്ച 1 മാസമൊക്കെ യുദ്ധത്തിന് പോകുന്നവർക്ക് ഇതുപോലെ കുറേ റേഷൻ ഉണ്ടെങ്കിൽ ദേ കൻ സർവൈവ്. സോ അതൊരു സർവൈവൽ ഫിറ്റ്നസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് കെ റേഷനിലേക്ക് Ansel Keys, why did Ansel Keys get attracted to giving K ration for the American soldiers എന്ന് പറഞ്ഞാൽ his basic research was on human starvation, and he even wrote a book on starvation which is called The Biology of Human Starvation. ഇത് അന്നത്തെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഈ ബുക്ക്. അത് ഒരു ബുക്കായിട്ട് എഴുതിയതാണ്, സ്റ്റഡി ആർട്ടിക്കിളായിട്ടല്ല, ഒരു ബുക്കായിട്ട് എഴുതിയതാണ്. ഇയാൾ ബേസിക്കലി സ്റ്റാർവേഷൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചും അണ്ടർ ന്യൂട്രീഷനെ കുറിച്ചൊക്കെയാണ് ഹി വാസ് ആക്ച്വലി സ്റ്റഡിങ്. സോ what came out was another book called Eat Well and Stay Well. ഇതുപോലുള്ള കുറേ ബുക്ക്. ഇത് ഏൻസൽ കീസും ഇയാളുടെ ഭാര്യയായിട്ടുള്ള മാർഗരറ്റ് കീസും കൂടി എഴുതിയ ബുക്കാണ്. ഹിസ് വൈഫ് വാസ് ആക്ച്വലി എ ന്യൂട്രീഷനിസ്റ്റ്. അപ്പോൾ എന്തിനാണ് ഞാൻ വൈ എം ഐ ടോക്കിംഗ് അബൌട്ട് ഏൻസൽ കീസ് എന്ന് ചോദിച്ചാൽ, ഈ ഏൻസൽ കീസ് ഒരു ചെറിയ അബദ്ധം കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. 2-3 അബദ്ധം കാണിച്ചു. ഒരു പ്രധാനപ്പെട്ട അബദ്ധം ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നത്, ഈ കെ റേഷനിൽ സിഗരറ്റ്സ് വെർ ഇൻക്ലൂഡഡ്. അതൊരു പ്രശ്നമായി. He was actually a physiologist and he could never have done that. And his explanation was it was given to increase the morale ഓഫ് ദ സോൾജേഴ്സ്. അവരുടെ ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസിനും അവർക്ക് അലേർട്ട്നെസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് സിഗരറ്റ്സ് വെർ ഇൻക്ലൂഡഡ് എന്നാണ് ഹി ടോൾഡ് അറ്റ് ദാറ്റ് ടൈം. ബട്ട് ആക്ച്വലി that was not scientifically correct to give them because his knowledge about cigarettes was less at that time. അതാണ് ഒരു ഫാക്റ്റാണ്. That's a fact that he was not aware of the harmful effects of cigarette smoking എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്നത്തെ കാലത്ത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, പോട്ടെ. മറ്റൊരു വലിയൊരു പ്രോബ്ലം ഉണ്ടായത് ഇവിടെ, ദിസ് ടൈം യു ക്യാൻ സി ഹൗ കീസ് ഫേക്ഡ്. ഇത് ആക്ച്വലി ആ സമയത്തുണ്ടായിരുന്നൊരു വെരി കോൺട്രവേഴ്സിയാണ് അബൌട്ട് കീസ് പബ്ലിഷ്ഡ് റിസൾട്ട്സ് ആൻഡ് ദ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജേർണൽസിലൊക്കെ വന്നതാണ്. ദിസ് വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ സ്റ്റഡി വിച്ച് ഇസ് കോൾഡ് ദ 7 country സ്റ്റഡി. ഇത് കേസ് ലേറ്റർ ചെയ്തൊരു സ്റ്റഡിയാണ്. which is called the 7 country study. മെഡിറ്ററേനിയൻ റീജിയനിലെ 7 രാജ്യങ്ങളിൽ നടത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ കൊഹോട്ട് സ്റ്റഡി. കൊഹോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഐ ഫോളോ അപ്പ് ദ പേഷ്യൻസ് ഫോർ 15-20 years. ആക്ച്വലി കേസ് ഫോളോഡ് അപ്പ് ദ പേഷ്യൻസ് ഫോർ 20 years, 15 to 20 years. He made a sample of large number of sample. A cohort sample എന്നാണ് പറയുക. ആ sample was actually spread around different countries, several countries, and then he started to follow up അവരുടെ ബ്ലഡ് ലെവൽസ് എടുക്കും. Basically what was he doing was he was trying to find an association between the diet, the type of diet, the constituents in diet of patients and the onset of cardiovascular illness. ഇത് തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചത്. ആൻഡ് ആക്ച്വലി ആൻസൽ കീസ് പണ്ട് മുതലേ he was actually, since he was working on starvation, he was very much fond of carbohydrate diet. He preached at one time that carbohydrate was actually an essential part of diet for everyone and everyone should eat carbohydrate എന്ന് പറഞ്ഞിരുന്നു.
ആൻഡ് കാർബോഹൈഡ്രേറ്റ് വിൽ സേവ് യു, വിൽ ഗിവ് ദ എനർജിയുടെ വലിയ സോഴ്സാണ്, ഇറ്റ് വിൽ സേവ് യു എന്നെല്ലാം പറഞ്ഞ് ഒരു കാർബോഹൈഡ്രേറ്റ് തരംഗം സൃഷ്ടിക്കാൻ എൻസൽ കീസ് കുഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാലത്ത് റേഷനിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ചോക്ലേറ്റ്സ്, ഷുഗർ ഡയറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വന്നത്. അപ്പോൾ ഷുഗർ ഒരു വളരെ നല്ല സാധനമാണെന്നാണ് ആൻസൽ കീസ് വാസ് ആക്ച്വലി പ്രീച്ചിങ് ഇറ്റ്. ബട്ട് ആക്ച്വലി in reality he was not aware of the fact that carbohydrates can lead about a lot more problems. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു സ്ലൈഡുമായിട്ട് ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്താം. കാരണം അത് നമ്മുടെ ഓവർ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊണ്ടുണ്ടായ അവസ്ഥയാണ്. അപ്പോൾ ആക്ച്വലി ആൻസൽ കീസ് ഈസ് പാർഷ്യലി റെസ്പോൺസിബിൾ ഫോർ ദ വേൾഡ് ബീയിങ് സോ ഷുഗർ ഫ്രണ്ട്ലി, even for us being eating carbohydrate as a main part of our diet. But now it is changing. But ആ സമയത്ത് what he did was a great controversy. ആ കാലത്തെ ലുഡ്വിഗ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഇതിനെതിരെ കൊണ്ടുവന്നിരുന്നു. he used to say that this is wrong, we should repostulate these things, and this is actually a wrong thing that he is trying to propose, that carbohydrate is very good for people എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഇത് മാത്രമല്ല, കീസ് ചെയ്ത വേറൊരു കാര്യം, കീസ് വാസ് ആക്ച്വലി he was against saturated fat and unsaturated fat in any forms. He was against taking fat, and he in his 7 country study actually was proposing that ഈ ഫാറ്റ് ഡയറ്റാണ് കാർഡിയോവാസ്കുലർ ഇൽനെസ് ഉണ്ടാക്കുന്നത് എന്ന് he tried to propose that fat was the only reason, or a saturated fat intake was the only reason for cardiovascular illness. And he was a hero of the times, even though he was very controversial. He was a hero. Even Time magazine വരെ അയാളെ പറ്റിയിട്ട് പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ കാണിച്ചത്. ടൈം മാഗസിൻ പബ്ലിഷ്ഡ്. ടൈം മാഗസിനിലെ കവർ പേജിലൊക്കെ ഫോട്ടോ അടിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമായിരുന്നു. ആൻഡ് ടൈം മാഗസീനിൽ ഇയാളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആൻസൽ കീസ്. ഈ ആൻസൽ കീസ് ചെയ്തു വെച്ച കുറച്ച് മണ്ടത്തരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കൻസ് സഫർ ചെയ്യേണ്ടി വന്നു. കാരണം പിന്നീട് ഒരു 20th century 21st century സമയത്തെല്ലാം ഒരുപാട് കാർഡിയോവാസ്കുലർ ഇൽനെസ് വാസ് ആക്ച്വലി ദർ ഇൻ അമേരിക്ക. US ഭയങ്കര പ്രശ്നമായിരുന്നു. മാത്രമല്ല ഇത് ഒരു വലിയൊരു ഇഷ്യൂ ആയി വന്നതിനെ തടുക്കാൻ ഭയങ്കര പാടായി വന്നു. ബിക്കോസ് ഓഫ് ദ പോപ്പുലാരിറ്റി ഹി ഹാഡ്, ഈവൻ ദോ മെനി സയൻറ്റിസ്റ്റ് കുഡ് പ്രപ്പോസ് ലോട്ട് ഓഫ് തിയറീസ് എഗെയിൻസ്റ്റ് ദം. ബട്ട് ലേറ്റർ ഈ സ്റ്റഡീസ് വന്നതിന് ശേഷം ഇതെല്ലാം ശരിയായി. ഈ ഏൻസൽ കേസിനെ പറ്റി വേറൊരു വലിയൊരു ഈ തെറ്റായ കാര്യം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏൻസൽ കേസ് ഹാഡ് സം ടൈ അപ്പ് വിത്ത് ആ കാലത്തുള്ള ഈ ബിസ്ക്കറ്റ് കമ്പനീസൊക്കെയാണ്. അപ്പോൾ ആ കാലം മുതലാണ്, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആണ് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റ് ഫുഡ്സ് ഒരുപാട് അമേരിക്കയിൽ സോൾഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിപ്പോഴും നമ്മുടെ ഇടയിൽ പോലും ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇഫ് യു ആർ ഇൻ യുവർ ഹൗസ് ആൻഡ് യു ആസ്ക് യുവർ പാരൻസ് ടു ഗിവ് യു സേ 10 eggs, you are working out every day, you want to eat an egg in your house. If you start taking the white of the egg, it's okay for everyone. Once you start eating the yellow of the egg, your mom and your dad will look at you in worry. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ്. ഈ ഫാറ്റ് കഴിച്ചാൽ എന്തോ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അതേസമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ വാരിക്കോരി തരും, ഒരു പ്രശ്നവുമില്ല, 4 or 5 പ്ലേറ്റ് കഴിച്ചോളാൻ പറയും. ആക്ച്വലി അത് തെറ്റാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് എനർജി സോഴ്സസ്. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് വിച്ച് ആർ ദ എനർജി സോഴ്സസ് ദാറ്റ് വി ഹാവ് ഫോർ ദ മസിൽസ് ടു കൺട്രാക്ട് ആൻഡ് റിലാക്സ്. അത് പഠിക്കും. അതിനുശേഷം then we will learn about the physiological adjustments
cardiovascular and respiratory and also endocrine and other changes. ഇതെല്ലാമാണ് next class that we are going to learn. So we'll meet in the next class to learn all these things, and thank you.